കോട്ടയംകാർ സാധാരണ കുടംപുളി ഇട്ടാണ് മീൻകറി വെക്കാറ്. അതെന്താ കോട്ടയംകാർക്ക് വാളംപുളി ഇട്ട് വെച്ചാൽ? എന്നാ പിന്നെ ഇന്നത്തെ മീൻകറി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. വാളംപുളി ഇട്ട് തേങ്ങ അരച്ച് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു മീൻകറി. അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ മീൻകറിയുടെ ചേരുവകൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനൊരു 750 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഇത് മറ്റയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു വലിയ നെല്ലിക്ക വലിപ്പം വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി, ഒരു 10-12 ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളിപ്പഴം, 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതിൻ്റെ അകത്ത് കടുക് ചേർക്കുന്നില്ല, കടുക് വറക്കുന്നേയില്ല. കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. മൂത്ത മണം വന്ന് അതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഈ തക്കാളിപ്പഴത്തിൻ്റെയും പച്ചച്ചൊവയൊന്ന് മാറിക്കിട്ടിയാൽ മതി. വെന്തുടയൊന്നും വേണ്ട. തക്കാളിപ്പഴത്തിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഇത് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടിയുടെ പകുതി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഒന്നുകിൽ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിലായിരിക്കണം. ഇത് ഒന്ന് വഴറ്റി ഈ മുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറിക്കിട്ടണം. ഇപ്പം ഞാൻ തീക്ക് ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ മുളകിൻ്റെ പച്ചച്ചുവ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇതും ഈ ചെറുതീയിൽ കിടന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട. ഉള്ളിയുടെ പച്ചപ്പൊത്തിരി മാറണ്ട. ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ അരപ്പിനുള്ള ഈ കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് അരയ്ക്കാനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് തേങ്ങ ചേർക്കാം. ആ ചട്ടി കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ചത് ആ ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതൊന്ന് അരിച്ച് ഈ ജാറിലേക്ക് നമുക്ക് ഒഴിക്കാം. ജാറൊന്ന് കഴുകി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം.
ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ആദ്യമായതുകൊണ്ട് നമുക്ക് തവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചിട്ട് ഒരു 12 മിനിറ്റ് വേകണം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്ത് വിണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ചേർക്കാം. ഇതിങ്ങനെ എടുത്തിടുന്നത് കട്ട പിടിച്ചോടെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി ഒന്ന് നോക്കാം. നല്ല കട്ടിയുള്ള ചാറോട് കൂടിയ മീൻകറി റെഡിയായി. വാളംപുളി ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് മീൻകറി വെക്കാം. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.